അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ ഈ ഒരു മജ്ലിസിനെ പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കാൻ ഈ ഒരു ദിക്റിൻ്റെ മജ്ലിസ്, സ്വലാത്തിൻ്റെ മജ്ലിസ് അല്ലാഹു തആല കാരണമാക്കി നൽകുമാറാവട്ടെ. ദാക്രീങ്ങളുടെ കൂട്ടത്തിൽ, അതുപോലെ തന്നെ തസ്ബീഹുകൾ പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ ഉന്നതമായ പദവികൾ കിട്ടാൻ നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല കാരണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാവനമായ ശവ്വാൽ മാസത്തിൻ്റെ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പവിത്രതകൾ ഏറെ നിറഞ്ഞ ദുൽഖഅദ മാസം വരികയാണ്. അപ്പോൾ അതിനു മുന്നേയായി ഇൻഷാ അല്ലാഹ് ഈ ശവ്വാൽ മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളുടെ ശ്രേഷ്ഠതകളൊക്കെ മുഴുവനും നമുക്ക് കിട്ടാൻ കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ നമുക്ക് പറഞ്ഞ് ദുആരക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു മജ്ലിസിനെ സ്വീകരിക്കട്ടെ, എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കട്ടെ, രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ചൂട് അധികമാകുന്ന കാലമാണ്. ഒരുപാട് ചൂട് കൂടിയിട്ട് കന്നുകാലികൾ ചത്തുപോകുന്നു. അതുപോലെ തന്നെ പൊള്ളലേൽക്കുന്നു, ആളുകൾക്ക് ശരീരത്തിൽ പൊള്ളലേൽക്കുന്നു, ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ വരുന്നു. ചെറിയ കുട്ടികൾക്ക് നിർജ്ജലീകരണമുണ്ടായി പലവിധ അസുഖങ്ങൾ ബാധിക്കുന്നു. പല ആളുകളും മരണത്തിൻ്റെ വക്കിലാണ്. അപ്പോൾ ഈ ചൂട് കൂടിയാൽ ഒരുപാട് പ്രതിസന്ധികളാണ്. നമുക്കറിയാമല്ലോ, അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറായ മഴ തന്ന് അനുഗ്രഹിക്കട്ടെ. ചൂടിനെ കുറച്ച് അല്ലാഹു മഴ തരുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മഴയെ തേടി ഒരുപാട് ദിക്റുകൾ, ഒരുപാട് ദുആകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് പറയാൻ എളുപ്പമുള്ള ഒരു 2 ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ മഴയ്ക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്. അല്ലാഹു തആല നമുക്ക് നല്ല ഖൈറായ മഴയെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ചു പറയാം. اللهم اسقنا غيثا مغيثا يا رب العالمين. 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 اللهم اسقنا غيثا مغيثا يا رب العالمين.
അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസൻ യാ റബ്ബൽ ആലമീൻ. മഴയെ തേടിയുള്ള ദുആയും അതുപോലെ തന്നെ അതികഠിനമായ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ദുആയും മഴയെ തേടിയുള്ള നിസ്കാരമൊക്കെ കാലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ്. മുൻകാല പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലൊക്കെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിൽ അത്തരത്തിൽ പല ദുആകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മഴയെ തേടിയുള്ള നമുക്കൊരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹു തആല നമുക്ക് ഖൈറായ, സന്തോഷപരമായ, ഉപകാരപ്പെടുന്ന നല്ല മഴ അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ കഠിനമായ ചൂടിൽ നിന്നും നല്ല ഒരു സംരക്ഷണം അല്ലാഹു തരട്ടെ. ആമീൻ. എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി പറയുക. اللهم أرسل السماء علينا مدرارا 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 ഹദ്ദാദ് റാത്തീബ് നമ്മൾ ഓതാറുണ്ടല്ലോ. ഹദ്ദാദിലെ ഒരു ദിക്റുണ്ട്. അതായത് ആകാശഭൂമികളുടെ ഇടയിലുള്ള, അതായത് എന്തെല്ലാം ഉപദ്രവകാരികളായ വസ്തുക്കളുണ്ടോ, ജീവികളുണ്ടോ, എല്ലാത്തിൽ നിന്നും നമുക്ക് കാവൽ കിട്ടാൻ വേണ്ടി നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم
ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് നമ്മൾ പറയുന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്താൻ കാരണമായ ഒരു ദിക്റാണ്. നമുക്കറിയാവുന്ന ദിക്റാണ്. ഇതിപ്പോൾ നമുക്കെന്ത് പ്രതിസന്ധി ഉണ്ടോ അത് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അതിൽ നിന്നും രക്ഷ കിട്ടാൻ നമ്മൾ ഈ ദിക്ർ പറയണം. പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാരെ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ സുഖപ്രസവത്തിന് വേണ്ടി മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഒന്നിച്ച് പറയുക. കടങ്ങളുള്ളവർ കടങ്ങൾ മാറാൻ, അതുപോലെ രോഗങ്ങളുള്ളവർ രോഗങ്ങളിൽ നിന്നും ശിഫ കിട്ടാനൊക്കെ അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ പറയുക. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരുപാട് ഔലിയാക്കന്മാർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദിക്റാണ്. ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് നമുക്കും എത്താൻ ഒരു പക്ഷേ ഈ ദിക്ർ പറയുന്നതിലൂടെ സാധിച്ചേക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി പറയുക. ഏതാണ് ആ ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് 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 യാ ഹയ്യു യാ ഖയ്യൂം യാ
دائم يا الله يا حي يا قيوم يا 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 دائم يا الله. ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ദിക്റാണ്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അതിൻ്റെ കൂടെ നമ്മൾ മറ്റൊരു അള്ളാഹുവിൻ്റെ സിഫത്ത് കൂടി ചേർത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുകയാണ്. എല്ലാവരും ഒന്നിച്ച് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഅബൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഅബൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് തന്നത് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ നിഅമത്തുകളാണ്.
മക്കളില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, നമുക്കൊക്കെ അൽഹംദുലില്ലാഹ് എത്രയോ നിഅമത്താണ് അള്ളാഹു തന്നത്. അള്ളാഹു താല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും നമുക്കുള്ള പ്രതിസന്ധികൾ മാറാനും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് തസ്ബീഹുകൾ പറഞ്ഞിട്ട് ദുആരക്കണം. അള്ളാഹുവിലേക്ക് നമ്മൾ നന്ദി പ്രകടനമാണ് നടത്തേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ നന്ദി ചെയ്യേണ്ടത്? അതിൻ്റെ ഏറ്റവും വലിയ ഒരു നന്ദി പ്രകടനത്തിൻ്റെ വാക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ചേർത്തിട്ട് നമ്മുടെ മരണസമയം അള്ളാഹുവെ നീ റാഹത്താക്കണേ എന്ന്, അതായത് ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്ന് അർത്ഥം വരുന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞു. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം,
يا ذا الجلال والإكرام أمتنا على دين الإسلام 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 يا ذا الجلال والإكرام أمتنا على دين الإسلام. ഒരു മനുഷ്യൻ അള്ളാഹുവിന് നന്ദിയും സ്തുതിയും പറഞ്ഞാൽ അവനെ അള്ളാഹു തആല റിസ്ക് കൊടുത്ത് അവനെ അള്ളാഹു സഹായിക്കും, അവനെ അള്ളാഹു തആല സന്തോഷിപ്പിക്കുമെന്നാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഭക്ഷണം, വെള്ളം, വസ്ത്രം, നമ്മുടെ വീട് എല്ലാം റിസ്ക്കിൽ പെടും. അപ്പോൾ നമുക്ക് റിസ്ക് വിശാലമായി കിട്ടാൻ നമ്മൾ അധികരിപ്പിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പറയേണ്ട ഒരു ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് റിസ്ക് വിശാലമായി കിട്ടാനുള്ള ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. اللهم لك الحمد ولك الشكر 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 اللهم لك الحمد ولك الشكر. നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം പറയാറുണ്ടല്ലോ. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? കാരണം ആ ഒരു ദിക്ർ പറഞ്ഞാൽ മീസാൻ എന്ന തുലാസിൽ അല്ലാഹു തആല നമുക്ക് ഭാരം വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അതായത് നമ്മൾ രക്ഷപ്പെടുമെന്നർത്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്ർ ഒന്ന് പറയാം. സുബ്ഹാനല്ലാഹ്
അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, 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 അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വലാത്തിനെ, ദിക്റിനെ, തസ്ബീഹിനെ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലുന്ന സമയത്ത് എന്തെല്ലാം പോരായ്മകളുണ്ടോ എല്ലാം അള്ളാഹു താല പരിഹരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നമ്മൾ ഓതിയതിൻ്റെ മിഥ്ല സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശ സഫലീകരണം അള്ളാഹു താല നടത്തി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വസീയത്തുകൾ, ദുആ വസീയത്തുകൾ ഓരോ വീഡിയോകൾക്ക് താഴെയും ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്‌ലിസുകൾക്ക് ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ഉമ്മമാരാണ് ദുആ വസിയത്ത് കമൻറ്റായി രേഖപ്പെടുത്തുന്നത്. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. ഓരോന്നിനും കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് ദുആരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
അർഹമുർ റഹീമീനായ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദിക്റിന്റെ ഞങ്ങളുടെ സ്വലാത്തിന്റെ ഞങ്ങളുടെ തസ്ബീഹിന്റെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളോട് കമന്റിലൂടെ ദുആരക്കാൻ പറയുന്നത്. ഓരോ ദിവസവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. അല്ലാഹുവേ ആരെല്ലാം ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ടോ, ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ടോ, ആരെല്ലാം കമന്റ് എഴുതുന്നു, അതെല്ലാം ഫോണിൽ വിളിച്ച് നേരിട്ട് കണ്ട് പറയുന്നു, എല്ലാവരുടെയും എല്ലാ മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാഹ്. പ്രതിസന്ധികൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ദുഃഖങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മാരകവുമല്ലാത്തതുമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസർ വരുന്നതിനെ തൊട്ട്, ബ്രെയിൻ ട്യൂമർ വരുന്നതിനെ തൊട്ട്, അല്ലാഹുവേ കിഡ്നിക്ക് പ്രോബ്ലമാണ്, കരളിന് വീക്കമാണ്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള അല്ലാഹുവേ വാർത്തകൾ കേൾക്കുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. ആരെല്ലാം ഹോസ്പിറ്റലുകൾ കഴിയുന്നുണ്ടോ, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, ഐസിയുയിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ വിഷമിച്ചിരിക്കുന്നവരുണ്ട്, റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ട എല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. വീടില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, റഹ്മാനെ വീട് പണി നടക്കുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഗർഭിണികളായ ഒരുപാട് ഉമ്മമാര്, സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സിഹർ മൂലം, അതുപോലെ കണ്ണേർ മൂലം, പൈശാചികമായ ഉപദ്രവങ്ങൾ മൂലം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ പ്രവാസികളായ ഒരുപാട് പേരുണ്ട്, അവർക്കെല്ലാവർക്കും നീ ഖൈറും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ നോക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ ദുസ്വഭാവങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ പറഞ്ഞാൽ അനുസരണയുള്ളവരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഉന്നതമായ വിജയങ്ങൾ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്ലിസിനെ കാണുന്ന, മജ്ലിസിൽ ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഞങ്ങളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ള ഒരുപാട് പേരുണ്ട്, അവരുടെ കടങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ അടുത്തു വരികയാണ്, പലരും പരീക്ഷ എഴുതുകയാണ്. ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. മോശമായ കൂട്ടുകെട്ടുകളെ തൊട്ട്, അല്ലാഹുവേ കഞ്ചാവിന്റെ, മയക്കുമരുന്നിന്റെ, അശ്ലീലതയുടെ കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, ഖൈറായ രൂപത്തിൽ അത് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് പേര് ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നു, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. ഖൈറായി ഞങ്ങളെ എല്ലാവരെയും അവിടെ നീ എത്തിക്കണേ അല്ലാഹ്. മുത്തു റസൂലിന്റെ ചാരച്ച
ചെന്ന് സലാം പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെയും മഗ്‌രിബിന് ശേഷം ഉടൻ തന്നെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.